അപ്പം ഇതാണ് ചന്ദ്ര പറഞ്ഞ പോലെ 3 വർഷത്തെ ഹെവൻ. ആ ഹെവനിലോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് SM കോളേജ്. അതെ, കലാശക്കൊട്ടായിരുന്നു എന്നവിടെ. ഈ കാണുന്ന ബഹളവും ഡെക്കറേഷൻസും ഒക്കെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് അവിടെ നടന്നുകൊണ്ടിരുന്നതായിരുന്നു. കുറേ മെമ്മറീസ് മൈൻഡിൽ കൂടെ കടന്നുപോയി. ഈ പോകുന്ന വഴികളൊക്കെ ഞങ്ങൾ മെമ്മറീസ് ഷെയർ ചെയ്യുമായിരുന്നു. ഈ ബാൻഡിൻ്റെ സൗണ്ടും ആൾക്കാരുടെ ബഹളവും ഈ ഡെക്കറേഷൻസൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് മൈൻഡിൽ ഓടി വരുന്നത് പണ്ട് നമ്മൾ ഇതേ ടൈം ക്ലാസ്സിലിരുന്നുകൊണ്ട് പഠിച്ചതാണ്. ഞങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ഓടി വന്ന് ഇതിലൊന്ന് അറ്റൻഡ് ചെയ്യാൻ തോന്നാറുണ്ട്. ഈ കോളേജിൻ്റെ ഓരോ കോർണറിനും ഓരോ കഥകൾ പറയാനുണ്ടാവും. ഓരോ വഴിക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും. ഞങ്ങൾക്ക് പറയാനുള്ള കഥ, ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്തിട്ട് പോകുന്ന വഴിയും എക്സാമിന് വേണ്ടി പോകുന്ന വഴിയാണിത്. പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ ചിത്രങ്ങൾ കാണാം. അതൊക്കെ ഞങ്ങൾ ഉള്ള സമയത്തേ ഉണ്ട്, അതൊരു പുതുമയല്ല. ഈ ഒരു ബ്ലോക്കിലാണ് ഞങ്ങൾ എക്സാം എഴുതാൻ വരാറ്. അതായത് ഞാനും എൻ്റെ ഷാസും. ഇതാണ് നമ്മുടെ ലാംഗ്വേജ് ബ്ലോക്ക്. ലാംഗ്വേജ് ബ്ലോക്കിലായിരിക്കും സത്യം പറഞ്ഞാൽ കുറേ മെമ്മറീസ് ഉണ്ടാവും. ക്ലാസ് കട്ട് ചെയ്തും കട്ട് ചെയ്യാണ്ടൊക്കെയുള്ള മെമ്മറീസ് ഇവിടെയൊക്കെ തന്നെ. ഈ കാണുന്നതാണ് രാഹുൽ PK. നമ്മൾ പീക്കു എന്ന് വിളിക്കും. നമ്മുടെ സീനിയറായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഉപദേശിച്ചും പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് ഈ രാഹുലായിരുന്നു. ഇതാണ് നമ്മുടെ 2 ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാനുള്ള വഴി, ബോട്ടണി ആൻഡ് സുവോളജി. നമ്മുടെ സ്വന്തം സ്ഥലം. ഇതാണ് ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ്. ചന്ദ്രു ജീഷ്ണ മിസ്സിനെ കാണാനായിട്ട് മാത്രം പോവുകയാണ്. സ്റ്റാഫ് റൂമിലൊക്കെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ബട്ട് ജീഷ്ണ മിസ്സിന് ലീവായിരുന്നു, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഓ മൈ ഗോഡ്, ആ പോകുന്നത് ആരാന്ന് നോക്കി. ഇത് ചന്ദ്രു. ഇതാണ് നമ്മുടെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതിനു മുന്നേ മാമിനെ കണ്ടു, കുറേ സംസാരിച്ചു. അങ്ങനെ കോളേജിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷൻ, ഫുഡ് കഴിക്കാനുള്ള ഡെസ്റ്റിനേഷൻ. ഈ സ്ഥലത്തിനൊരു ഭയങ്കരമായ പ്രത്യേകതയുണ്ട് ചന്ദ്രുവിന്, അതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സ്ഥിരം കഴിക്കാറുള്ള ചോറും കറിയും ഒക്കെ കഴിച്ചു. സ്റ്റിൽ സെയിം ടേസ്റ്റായിരുന്നു ഇതിന്. അതാണ് ചന്ദ്രു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായത്. എന്തൊരു ടേസ്റ്റാ, എല്ലാം അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. ചന്ദ്ര കുറേ റെസിപ്പി ചോദിച്ചായിരുന്നു. എന്താ സാമ്പാറിൻ്റെ റെസിപ്പി എന്താന്നൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഒരു ഷോപ്പിൽ കയറി സാരിയൊക്കെ നോക്കി. എന്താണോ 7 വർഷം മുന്നേ ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റിൽ അതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ.